ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യമാണ് വായിക്കുവാൻ താൽപര്യപ്പെടുന്നത്. It is from the book of 1 Samuel chapter 30 verses 1 through 6. ഞാൻ ഇവിടെ മലയാളത്തിൽ വായിക്കാം. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ചു. സിക്ലാഗിനെ ജയിച്ചു. അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരി അഹിനോവം, കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. 4-ാം വാക്യം, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. 6-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. Verses 4, so David and his men wept aloud until they had no strength left to weep. The last portion of verses 6, but David found strength in the Lord his God. ദൈവത്തിന്റെ ദാസനായ ദാവീദിന്റെ എല്ലാ സ്റ്റെപ്പുകളും ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചായിരുന്നില്ല. Every step of that David took in his life was not according to the will of God. ദാവീദിനും തെറ്റ് പറ്റിയിട്ടുണ്ട്. There were mistakes that happened in David's life as well. ദാവീദിന് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ശത്രുവായ ഗത്ത് രാജാവിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി. And when he could not stand in his own city, he went to the king of Gath. അത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടൊന്നുമല്ല പോയത്. He did not ask God's counsel before he went to the king. അതിന്റെ ഫലമായി വലിയ പ്രയാസത്തിൽ അകപ്പെടാവുന്ന സാഹചര്യം വന്നു. As a result of that, he could have gone into certain tough situations in his life. എന്നാൽ ദൈവം തന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും വലിയ ട്രാജഡി ഉണ്ടാകാതെ സൂക്ഷിച്ചു. But it was God's mercy and his protection that his body was not harmed. അത് നമുക്ക് 21-ാം അധ്യായത്തിലും 27-ാം അധ്യായത്തിലും വായിക്കുവാൻ കഴിയുന്നുണ്ട്. And we see that instance in chapter 21 and 27. 21-ാം അധ്യായത്തിൽ ദാവീദ് ഒരു ആക്ട് ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. We know about a great act that David performs in chapter 21. 27-ാം അധ്യായത്തിൽ വീണ്ടും ഇത് തന്നെ താൻ റിപ്പീറ്റ് ചെയ്തു. വീണ്ടും ഈ എനിമിയുടെ അടുത്തേക്ക് തന്നെ പോയി. You see that in chapter 27 he went to his enemies again. ഇപ്പോൾ ഈ സമയത്ത് ദാവീദിന്റെ കൂടെ ഒരു 10-600 പേരുണ്ട്. Now you see that with David there's about 600 people. എന്നാൽ അവൻ ആ ശത്രുവിന്റെ അടുക്കിലേക്ക് പോയതിന്റെ ഫലമായി തനിക്ക് കളവൊക്കെ പറയേണ്ടതായിട്ട് വന്നു. As a result of going towards his enemy, he had to lie in front of them. ഒരു ദൈവവേദന അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. It is always wise to ask God's counsel if you are a child of God. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു ദൈവവേദന സ്റ്റെപ്പ് വെച്ചാൽ അത് നിശ്ചയമായും അപകടമായിരിക്കും. പ്രാർത്ഥനയോടെ ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും അനുഗ്രഹമായി തീരുന്നത്. If a believer takes a step without asking the counsel of God, that will lead to his destruction. So it is always wise to ask the counsel of God. ഇവിടെ ദാവീദ് ശത്രുക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്റെ ജനത്തിനെതിരെ യുദ്ധം ചെയ്യത്തക്ക സാഹചര്യം വന്നിരിക്കുക. 29-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. And we see that in chapter 29 he is faced with the war against his own people. മനസ്സോടെ അല്ല, പക്ഷെ നിവൃത്തിയില്ലാതെ പോയി. It is not by his own might, but he did not have any other choice. ഇസ്രായേലിനെ വെട്ടാനും കൊല്ലാനും ദാവീദിന് താല്പര്യമില്ല. പക്ഷേ ശത്രുവിന്റെ കൂടെ കൂടിയപ്പോൾ അത് ചെയ്യേണ്ടതായിട്ട് വന്നു. ആലോചന ചോദിക്കാതെ ചെയ്യുന്നതുകൊണ്ട് വരുന്ന കുഴപ്പമാണ്. David did not want to destroy the people of Israel, but because he was with his enemies, he had to do so. That is why it happened in his life is because he did not ask the counsel of God. നാം എപ്പോഴൊക്കെ നമ്മുടെ ജഡത്തിന്റെ ഫ്ലഷിന്റെ ഇച്ഛ അനുസരിച്ച് ലീൻ ചെയ്യുന്നോ അപ്പോഴെല്ലാം വലിയ നഷ്ടത്തിലേക്ക് ചെന്ന് ചേരുകയുള്ളൂ. Every time that we look on our own counsel and our own understanding, that leads us into destruction. നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. If you look back into our own lives, we can see many such instances like this. എത്രയോ ബുദ്ധികേടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. There are many foolishness that we went through in our life. നമ്മുടെ പറഞ്ഞു വരുന്നത് ദാവീദ് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, അവിടെ ദൈവം പ്രവർത്തിച്ചു വലിയ ചെയ്തു. What I'm trying to say is that David did not have to fight, but God performed a miracle. ഇതുപോലെ ദൈവം നമ്മോട് കൃപ ചെയ്തുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. Just like this God showed us mercy, that is why we are here this morning. നമ്മുടെ foolishness
എന്തെല്ലാം പൊല്ലാപ്പുകൾ ജീവിതത്തിൽ കടന്നുകൂടാമായിരുന്നു. എന്നാൽ ദൈവം കൃപ ചെയ്തതുകൊണ്ട് അതിനെല്ലാം മാറ്റി നമ്മെ ഇതുവരെ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. The foolishness that we do in our lives, we could have got into several dangerous situations, but it is the mercy and the protection of God that we are here this morning. ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യുമ്പോൾ അത് നിശ്ചയമായും അനുഗ്രഹമായി തീരുന്നതാണ്. When you ask God's counsel in everything you do, that will be a blessing in your life. ആലോചന ചോദിച്ചാൽ പറയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. If you ask of His counsel, He will instruct you. Hallelujah. എന്നാൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദാവീദിനെ കാണുമ്പോൾ തന്നെ വേറെ ദൈവത്തെ വിട്ടിട്ട് പോയി ആലോചന ചോദിക്കുന്ന ശൗലിനെ കാണുന്നുണ്ട്. And we see that the David who asked the counsel of God at the same time, you see a Saul who does not look for the counsel of God. 28-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. We read that in chapter 28, verses 6. അവിടെ മന്ത്രവാദിയുടെ അടുത്ത് എന്നിട്ട് ആലോചന ചോദിച്ചടക്കുകയും ദൈവത്തിൽ നിന്നൊരു ആലോചനയും ശൗലിന് കിട്ടിയില്ല. And he went up to his sorcerer and asked the counsel, but he did not receive any counsel from them. എന്നാൽ ഇവിടെ വായിച്ചതിന്റെ അടുത്ത ഭാഗത്ത് ദാവീദ് ദൈവത്തോട് ആലോചന വെച്ചപ്പോൾ ദൈവം ശ്രേഷ്ഠമായ പാതയിലൂടെ തന്നെ നടത്തി. But in the next portion you see that as soon as David asked the counsel of God, God gave him an answer. Hallelujah. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം അടുത്തിരിക്കുമ്പോൾ അവനെ അന്വേഷിപ്പീൻ, അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമല്ലെന്ന ദൈവമാണ് In നമ്മുടെ the book ദൈവം. of Isaiah we see that as the Lord is near, call unto Him, He will answer you when you call unto Him. Hallelujah. ഒത്തിരി നോയ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് നാം ജീവിക്കുന്നത്. We live in a world that is filled with so much noise. ഏതാണ് ശരി തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. It is a situation where you do not know what is true, what is false. ഈ അന്ത്യകാലത്ത് പാപം കൊണ്ട് പൈശാചിക ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. You and me are in a wicked world that is filled with darkness all around us. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ കൃപയോടെ കെയർഫുള്ളായി ഈച്ച് സ്റ്റെപ്പുകൾ വെക്കുവാൻ നാം ഉത്സാഹിക്കണം. But let us be careful in our lives to take each step in our lives asking the counsel of God. ദൈവത്തോട് ചോദിച്ച് ചെയ്യുമ്പോൾ അത് വിടുതലായി When തീരുന്നതാണ്. you ask God's counsel, there will be a deliverance in your life. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം തിരശ്ശീലക്കകത്തേക്ക് മാറ്റപ്പെട്ടു. And one day a man of God said, like this, he is resting with God now. പാസ്റ്റർ എം വി ചാക്കു അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. I remember what Pastor M.V. Chaku said. അദ്ദേഹം പറഞ്ഞു, രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസം പോലും ചെയ്യാവുന്ന മുഴുവൻ അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ്. He says that even if you want to breathe, make sure that you trust in the blood of the Lamb, only then breathe. Hallelujah. ഒരുപാട് unnecessary wrong ആയിട്ടുള്ള വോയിസ് ഒക്കെ കേൾക്കുന്ന ഒരു ലോകമാണ്. This is a world that is filled with so many voices around us. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവശബ്ദത്തിന് വേണ്ടി നാം കാത് കൂർപ്പിക്കേണ്ടത് ആവശ്യമാണ്. But amongst this, in this world, we have to pay attention to the voice of God. വളർന്നു Hallelujah. വരുന്ന നമ്മുടെ യൗവനക്കാർ അവരുടെ പഠനത്തിന്റെ കാര്യം, അവരുടെ ജോലിയുടെ കാര്യം, പ്രത്യേകിച്ച് അവരുടെ കുടുംബജീവിതത്തിന്റെ കാര്യം വളരെ പ്രാർത്ഥിച്ചേ സ്റ്റെപ്പ് വെക്കാവൂ. ദൈവത്തോട് ആലോചന ചോദിച്ചാൽ അത് പറയുന്ന ദൈവമാണ്. Our youngsters, as they're growing up in this wicked world, every single step that you take in your life, in your education, in your jobs, in your family life, every step that you take, ask the counsel of God, and He will give you an answer. ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ വയ്ക്കുക എന്ന് അവൻ വ്യക്തമായി സംസാരിക്കുന്നു. Oh, when you ask the counsel of God, God is the one who tells you, here son, daughter, here's the way, take this way. Hallelujah. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും ചെയ്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവം തന്റെ വഴി വെളിപ്പെടുത്തി കൊടുക്കും. And if you read and study from the Word of God, if you meditate on His Word and pray into Him, He will show you the way that He has prepared for you. അല്ലാതെ വലിയ ക്വിക്ക് വേ ഒന്നുമില്ല, ട്രിക്കുകളൊന്നുമില്ല. ദൈവം ഇത് അറിയാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, അതാണ് ആവശ്യം. There is no quick and easy way to find the way of God, but you have to pray into Him and wait for His time. Hallelujah. ഒരു കൃഷിക്കാരനായ ഒരു മനുഷ്യന് സുവിശേഷ വേല ചെയ്യാൻ വലിയ താല്പര്യം തോന്നി. A farmer wanted to do the Lord's ministry. അതുകൊണ്ട് താൻ എല്ലാം വിട്ടേച്ച് ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകാൻ ഇങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുക. So he left everything and he's getting ready to do the ministry of God. ഒരു ദിവസം താൻ കൃഷിയൊക്കെ ചെയ്ത് ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. One day after his farming duties, he is looking up into the heavens and he's looking there. അവിടെ ക്ലൗഡ് ഒക്കെ കണ്ടപ്പോൾ തനിക്ക് ഒരു ചിന്ത വന്നു. And he sees the clouds and he started thinking like this. ആ മേഘത്തിൽ ഒരു എഴുത്തിങ്ങനെ വരുന്ന പോലെ തനിക്ക് തോന്നി. He felt as though the clouds has a letter that is a message for him. രണ്ട് ലെറ്റേഴ്സ് ആണ് വന്നത്. And there are two letters in the clouds that he sees. ആ മേഘം ഒരു ലെറ്റർ പി എന്നും ഒരു ലെറ്റർ സി എന്നും കണ്ടു. And one of the letters was P and the other letter was C. തനിക്ക് മനസ്സിലായി
preaching itself was a big problem that he had. Wherever he went to preach the gospel of God, there he had problems. And he started sweating there. He did not know what to do. And he went to his friend and told him the story. And the friend said that maybe there was something wrong that you saw. And that PC did not stand for preaching Christ. It actually probably meant plant a corn. And that's what God told you. You probably read it wrong. To understand the will of God, there is no easy method, but you have to wait upon the Lord and pray to Him. And in the book of Kings, you see God is speaking to Elijah. You see in chapter 19 is that through great thunderstorms, God did not speak. With just a simple voice, God spoke to Elijah. Sometimes God speaks to us in small voices. Sometimes when people call you, it's very hard to listen to them. Now, anywhere from any part of the world, people call you, it's very easy to listen. Just a few years ago, if you were to call India, you have to speak more than loudly than you can preach. It was very hard to conversate between the two. If the kids are making noise, you ask them to shut up. If there's a TV that's turned on, they'll turn it off. Oh, if there is an important call that you need to attend, you need to turn off all the other voices. Sometimes God speaks to us in small voices. Hallelujah. And you have to turn off the TV, the volumes, the people around you, and all the other voices around you if you need to listen to the voice of God. Hallelujah. And let us understand the will of God in our lives. When we understand the counsel of God and walk in His path, that will be a blessing in our lives. Let me remind you another thing along with this. And who did this wrong to David? And it's the Amalekites who did this wrong to David. There was a message to Saul several years ago, and he was forewarned that you have to destroy Amalekites. And it is because Saul disobeyed, that is why David had to go through this in his life. There are many reports about the death of Saul. Some scholars say that he might have lied, but one Amalekite went to Saul to get a gift. And we see that Saul did not die at first, but then he had called an Amalekite to come and finish the job. Because the Amalekites were not destroyed at the time that they were supposed to be, they brought this great destruction upon the life of David. Disobedience, there are many things there are many destructions that disobedience that can bring. It is when we obey the presence of God, the word of God accordingly, that is when deliverance
ദൈവം വാസ്തവമായി അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? Did God truly command like this? ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? Do you need to do this? ഇത് മലയാളികളുടേതാ. This is just for Malayalis. ഇത് ഒന്നാം നൂറ്റാണ്ടിലേതാ. This is just for the first century. ഇന്നിതൊന്നും ആവശ്യമില്ല. Today you don't need this. എന്നാൽ ദൈവം എന്ന് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അത് മാറ്റുവാൻ ഒരു തലമുറയ്ക്കും ഒരു നൂറ്റാണ്ടിനും അവകാശമില്ല. But if God says in the word of God, there is no generation that can move it. Hallelujah. ദൈവം പറയുന്ന അതുപോലെ അനുസരിക്കുക. And obey exactly what God tells you. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല ഫാർമറായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. Several years ago, there was a great farmer. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കൂട്ടം കുതിര പട്ടാളം, ഒരു കൂട്ടം ആളുകൾ തന്റെ ഫാമിന് നേരെ വരുന്നത് കണ്ടു. He saw a great multitude of people, an army going towards his farm. അവർ ഹണ്ടേഴ്സ് ആണ്, വേട്ടയാടുന്നവരാണ്. They were hunters. അവരുടെ വരവ് കണ്ടപ്പോഴേ തോന്നി തന്റെ കൃഷിക്ക് നാശം ചെയ്യാൻ വരുവാണെന്ന്. He understood that they were probably coming to destroy his crops. അവർ ഈ ഫാമിനകത്തൂടെ കയറിപ്പോയാൽ താൻ ഇത്രയും വളർത്തിയതായ കൃഷികളെല്ലാം നശിച്ചു പോകും. If they go through his farm, all the crops that he planted will be destroyed. അദ്ദേഹം തന്റെ ഒരു കൊച്ചു വേലക്കാരനെ വിളിച്ചു. He called one of his servants. അവനോട് പറഞ്ഞു, നീ പോയി ഗേറ്റ് അടച്ചേക്കാൻ പറഞ്ഞു. And he told him, go and close the gate. ആ ചെറുപ്പക്കാരൻ പോയി ഗേറ്റ് അടച്ചു. This young man went and closed the gate. ഈ കുതിരപ്പുറത്തുള്ളവർ പെട്ടെന്ന് തന്റെ അടുക്കൽ വന്നു. These people on the horse came right next to him. ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഗേറ്റ് തുറക്കടാന്ന് പറഞ്ഞു. And told him, open the gate right now. അവൻ പറഞ്ഞു, ഗേറ്റ് തുറക്കാൻ ഇച്ചിരി വിഷമമായി. എന്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞു ഇത് അടയ്ക്കാൻ. ആള് പറഞ്ഞു ഇനി തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. And the servant boy said that my master asked me to close the gate. I will not open it unless he tells me. അന്നേ ഇദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്നെ അറിയത്തില്ല, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ഞാനാണ്, തുറക്കടാ എന്ന് പറഞ്ഞു. And he said that you do not know who I am. I'm the Duke of Wellington. Open the gate. ഈ കുട്ടി പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓ അങ്ങനെ കാണുന്നതിന്റെ സന്തോഷമാണ്. വാട്ടർലൂയിലെ യുദ്ധത്തിലെ വലിയ വീരൻ അങ്ങാണല്ലോ. പക്ഷേ അങ്ങേക്കാൾ എന്നോട് തീരുമാനം പറഞ്ഞു ഇത് അടച്ചിടാൻ. അവൻ പറഞ്ഞല്ല ഞാൻ തുറക്കുമെന്ന്. And this young man says that it is so great to see you, but my master told me to do something. I will not open this unless he tells me to. ഈ വെല്ലിംഗ്ടണിലെ ഡ്യൂക്ക് തന്റെ തൊപ്പിയെടുത്തിട്ട് പറഞ്ഞു, യജമാനന്മാരെ അനുസരിക്കുന്ന ഇങ്ങനെയുള്ള ലാഡ്സിനെയാണ് നമുക്ക് ആവശ്യം. ആ യജമാനെയാണ് നമുക്ക് ആവശ്യം. അദ്ദേഹം അവിടെ കേറാതെ തിരിഞ്ഞു പോയതായിട്ടാണ് സ്റ്റോറി. And the Duke of Wellington takes off his hat and says that we need such lads who can obey their masters completely. And he understood that situation. He went away from there. സാഹചര്യം എന്ത് നമ്മളോട് പറഞ്ഞാലും, Even though whatever the situations might tell you to do, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞാലും, even though all your friends ask you to, ഈ വചനം നമ്മോട് പറയുന്ന അനുസരിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. we ought to believe what is written in the word of God. നമ്മുടെ യജമാനൻ പറഞ്ഞ അതുപോലെ അനുസരിക്കാൻ നാം കടപ്പെട്ടവരാണ്. We ought to believe everything and obey everything our master asks us to do. വായിച്ച ഭാഗം എങ്ങനെയാണ് കിടക്കുന്നത്? And this is what we read here. വലിയ പ്രയാസത്തിലായി. There was great distress. ദാവീദും കൂടെയുള്ളവർ ഒരുപാട് കരഞ്ഞു. And David and the people along with him cried a lot. കരഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. And cried, there is no problem. പക്ഷെ ഒടുവിൽ വായിച്ച ഭാഗത്താണ് ചേഞ്ച് വരുന്നത്. But there is a change in what we read last. ആളുകളെല്ലാം ദാവീദിനെ സ്കേപ്പ് ഗോഡ് ആക്കി ദാവീദിനെ എറിയാനായിട്ട് തുടങ്ങി. അവന്റെ കുറ്റമായി പറഞ്ഞു. And everybody thought that it was the fault of David and wanted to stone him. എന്നാൽ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. But David found strength in the Lord. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നാം എങ്ങനെ ഫേസ് ചെയ്യുന്നവരാണ്? How do we face the problems that are in our lives? അതാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം. That is exactly what I wanted to preach to you today. പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. Everybody has problems and persecution in their lives. എന്നാൽ ആ പ്രശ്നങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് നമുക്ക് നിൽക്കാൻ കഴിയുന്നത്? But how do you stand amidst the problems that are in your life? പ്രതീക്ഷിക്കാത്ത ജീവിതത്തിന് നേരെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? How do you face the unexpected when it faces your life? ഒരു സാധാരണക്കാരൻ ഫേസ് ചെയ്യുന്നതും ഒരു അഭിഷക്തൻ ഫേസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between an unbeliever and a believer when they face problems. വലിയ ഗോലിയാത്തിനെ കാണുമ്പോൾ, When you see a great Goliath of a problem, ആ വാളൊക്കെ കെട്ടിയതായ വലിയ വിദ്വാൻമാർ ഓടിപ്പോകുന്നു. oh, there are great men who has great big swords. They run away from the Goliath. എന്നാൽ ദൈവത്തിന്റെ ആത്മാവുള്ള അഭിഷക്തനായ ദാവീദ് എനിക്ക് അവനെ കൊല്ലണമെന്ന്. But the David who is filled with the Spirit of God will say,
would like to share with you. അവിടുന്ന് കുറച്ച് അധ്യായങ്ങളോടെ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ And when you read a few more chapters after this, ശൂനേംകാരത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. we see a woman from Shulamite. പ്രവാചകൻ അവളുടെ വീട്ടിൽ താമസമായി. And the prophet was living in her house. അവൾക്ക് വാർദ്ധക്യകാലത്ത് മക്കളില്ലാതിരുന്നവൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം അവൾക്ക് കൊടുത്തു. And in her old age, as she did not have kids, God gave her a child. എന്നാൽ ആ കുഞ്ഞ് മരിച്ചുപോയി. But the kid died. ആ കുഞ്ഞ് മരിച്ചപ്പോൾ എന്താണ് ചെയ്തത്? But what did she do at that time? ഈ ശൂനേംകാരത്തിയുടെ കാര്യം ഇതൊക്കെ നമുക്ക് പാഠമായി എഴുതിയിരിക്കുന്നതാണ് ദൈവമക്കളെ. The story of the Shulamite woman has been written to us as a story. എനിക്ക് നിങ്ങൾക്കും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യുന്നത്? If you and me are faced with a situation that's shaded, what will we do? നാട്ടുകാരും അറിയാതിരിക്കത്തില്ല നമ്മുടെ നിലവിളി കേട്ട്. And if the neighbors might know, listening to your cry, തന്നെത്താൻ അടിച്ചിട്ട് അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തക്ക രീതി സിക്കാകുകയും ചെയ്യും. and you might cry aloud so much that you might be sick the next day. എന്നാൽ ഈ സ്ത്രീ ചെയ്തത് എന്താണ്? You know what this lady did? ഭർത്താവിനോട് പറഞ്ഞില്ല, She did not tell her husband. ആരോടും പറഞ്ഞില്ല. She did not tell anybody. പ്രവാചകന്റെ ബെഡേ കൊണ്ട് കുഞ്ഞിനെ കിടത്തി. And she took the child and put it on the bed of the prophet. അവളെ യാത്ര ചെയ്തു. And she started traveling. പ്രവാചക ശിഷ്യനോടും പറഞ്ഞില്ല. And did not tell the son either. വടിയും കൊണ്ട് ശിഷ്യൻ വന്നു. അവനെ കൊണ്ട് നടക്കില്ലെന്നറിയാം. And he came with a stick, but he knew that it would not happen through him. അവൾ പ്രവാചകനെ കൊണ്ടാണ് വന്നത്. And she came with the prophet. ഏലീശ വന്നു, ബാലൻ സൗഖ്യം പ്രാപിച്ചു. And Elijah